ഒരു ഉമ്മയും കൊടുത്തരടാ. എടാ ഒരു ഉമ്മ അങ്ങ് കൊടുക്കടാ. സോപ്പിന്റെ വാസന എടാ ഒരു ഉമ്മ കൊടുക്കടാ. സോപ്പിന്റെ വാസന ഉമ്മ കൊടുക്കടാ. കൊറേ നേരമായി ഞാൻ ഉമ്മ ചോദിച്ചോണ്ട് നിൽക്കാൻ തുടങ്ങിട്ട്. എടാ പോയി എടുക്കടാ. എടാ എടുക്കടാ പോയി. അപ്പൊ കൊടുക്ക വിലയിരുത്തൂ. അപ്പൊ കൊടുക്ക നല്ല പൊക്കോളെ. അമ്മച്ചി ആഹാരം കഴിക്കണ ആരും കാരണം അമ്മച്ചിക്ക് ഇഷ്ടമല്ല കേട്ടോ. പണ്ടുമല്ല അമ്മച്ചി ഒളിച്ചിരുന്ന് ആഹാരം കഴിക്കുള്ളൂ. ഹായ്, ബിന്ദു സ്നാക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിപ്പോൾ സൺഡേ ആണ്. സൺഡേ സ്പെഷ്യൽ വ്ളോഗാണ്. വരുന്നത് വരെ ട്യൂസ്ഡേ ഒക്കെ ആയിരിക്കും. അപ്പം എന്താണെങ്കിലും നമ്മളിത് സൺഡേ ആണ്, മഴയാണ്. അപ്പോൾ കുറച്ച് എല്ലും കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് ഇന്നാന്ന് വെച്ചു. നമ്മുടെ ഇടുക്കിക്കാരുടെ സ്പെഷ്യൽ എല്ലും കപ്പയും കേട്ടോ. സത്യം പറഞ്ഞിച്ചിട്ട് പോട്ടി വാങ്ങാനാണ് പോയത്. പക്ഷേ പോട്ടി അവിടെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. വിളിച്ചു ചോദിച്ചപ്പം മുളകഞ്ച് എല്ലുണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അല്ലെങ്കിൽ എല്ല വാങ്ങിച്ചുകൊണ്ട് വന്ന് ശരിക്കും ഉണ്ടാക്കി നമുക്ക് നന്നായിട്ട് ഇരുന്നെങ്കിൽ കഴിക്കാമെന്ന് വെച്ചു. നമ്മളൊക്കെ ജീവിക്കണത് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അത് വാരിയല്ലാണോ ചേട്ടാ? സൂപ്പർ കേട്ടോ. ഇറച്ചി നന്നായിട്ടുണ്ടായില്ല. അടിപൊളി. മൂന്ന് കിലോന്നാ പറഞ്ഞേ. പക്ഷെ അവിടെ ചെന്നാൽ ആ ഒറ്റ പീസ് അങ്ങ് എടുത്തു വെച്ചപ്പോൾ 4 കിലോ ഉണ്ടായിരുന്നു. അപ്പം ആ ചേട്ടൻ എന്നോട് ചോദിച്ചു വെച്ചേക്കട്ടെ വെച്ചു. ഞാൻ പറഞ്ഞു നോക്കിയപ്പോൾ നല്ല ഇറച്ചിയാണ്. ഞാൻ പറഞ്ഞു വെച്ചേക്കാൻ പറഞ്ഞു. ഏതായാലും നമുക്ക് നഷ്ടമൊന്നും വന്നില്ല. പിന്നെ നമ്മുടെ പട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഇഷ്ടം പോലെ വേസ്റ്റും തന്നിട്ടുണ്ടായിരുന്നു വേവിച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ മുതലക്കട കരളിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. പട്ടയംകാവിലെ കരളിയിൽ നിന്ന്. ഈ വാരിയല്ല എല്ലോട് കൂടി കറി വെക്കണം അല്ല ചേട്ടാ? ഭയങ്കര ടേസ്റ്റാണ്. വാരിയല് കറിയുണ്ട് ചില കടകളിൽ കൂടെയൊക്കെ. വലിയ ഹോട്ടലിലൊക്കെ കിട്ടും ചേട്ടാ വാരിയല് കറി വെച്ചത്. ഇങ്ങനെ വ്ളോഗർമാർ പോയി അതിൽ നിന്ന് ഇറച്ചി കാടിച്ച് പറിക്കണ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. 2 കിലോയുള്ള ഇറച്ചി തന്നെയുണ്ട് കേട്ടോ ചേട്ടാ. അല്ലേ? എല്ല് കുറവാണ് ഇത്തവണ. നമ്മൾ വാങ്ങിയത് നന്നായി. നഷ്ടമൊന്നും വന്നിട്ടില്ല. ചേട്ടൻ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ വെട്ടി വാങ്ങിയില്ലേ, വെട്ടി തന്നേനെ ഞാൻ പറഞ്ഞു വെട്ടിപ്പോയി വെട്ടിക്കോളാന്ന് പറഞ്ഞു. അവരാകുമ്പോൾ ചന്നം പിന്നെ അങ്ങ് വെട്ടൂല്ലോ. ചേട്ടനാകുമ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ഫുള്ള് ഇറച്ചിയാണ് നമ്മളിങ്ങ് മാറ്റിയേക്കുന്നത്. ചേട്ടനാകുമ്പോൾ നല്ല സൂപ്പറായിട്ട് അതൊക്കെ ശരിയാക്കി തരും. പിന്നെ ഇപ്പം തന്നെ ചേട്ടാ അത്ര ഇറച്ചി തന്നെ എടുത്തില്ലേ? ചേട്ടാ സൂപ്പറാ ചേട്ടാ. ചേട്ടാ പൊളിയാ ചേട്ടാ. അങ്ങനെ പറയില്ല. ആൾക്കാർ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചേട്ടന് കശാപ്പാറന്ന് പണി. അല്ല ജീവിക്കാൻ വേണ്ടി തല്ലിക്കൊല്ലാൻ പോയില്ല. ഇല്ല. പിന്നെന്താ, ഏത് പണിയും ഞാൻ ചെയ്യും. നല്ല പണി മാത്രം. ചേട്ടൻ ഏത് പണിയും ചെയ്യും. ചേട്ടന് അതിന് മടിയൊന്നും അങ്ങനെ ഒരു കേസ് കിട്ടും നിൽക്കില്ല. അല്ല ഇന്ന പണിയെ ചെയ്യുള്ളൂ. അയ്യോ ഞാൻ ഇന്ന പണി ചെയ്യുള്ളൂ, അല്ല ഇന്ന പണിയില്ല ചെയ്യില്ല. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ചെയ്യാൻ ചെയ്യും. ഒരു കാരണവശാലും ചെയ്യാതിരിക്കും. നമുക്കത് അതെൻ്റെ ഒരു ജീവിതത്തിലൊരു ഭയങ്കര ഇതാണ്. മാറി നിൽക്കില്ല. ഒരു പണി കണ്ടിട്ട് മാറി നിൽക്കില്ല ഞാൻ ഒരു പണിയിൽ. അങ്ങനെയുണ്ട്. അതൊക്കെ നമുക്ക് അറിയാലോ അല്ലേ? മാറി നിന്നത് കാര്യമില്ല.
ചേട്ടൻ അടിപൊളിയാ, ചേട്ടൻ സൂപ്പറാ, ചേട്ടൻ മഹാനാ. കേട്ടില്ല. മഹാനാന്ന്. വാർക്കപ്പുറം മുട്ടും പൊട്ടും. വേണ്ട അങ്ങനെ ഇത് 2 കിലോ ഉണ്ട് കേട്ടോ. ആ, അത് 2 കിലോ ഉണ്ട്. തെറിച്ച് വന്നു ചേട്ടാ, എൻ്റെ വാഴലിനിട്ട് കൊണ്ട്. ഓ ഉണ്ടോ? ആ, അപ്പോൾ ചിലപ്പോൾ വരും. കാര്യമില്ല. ആൻസ് ഇവിടെ ഇല്ല. ആൻസ് സ്കൂളിൽ പോയി. സ്കൂള് മീൻസ് വേദപാഠം പഠിക്കാനായിട്ട് വിടണം. പള്ളിയിൽ പോയി. ഇപ്പം പള്ളി കഴിഞ്ഞാണ്. ഇപ്പം നിർമ്മല പബ്ലിക്കിൽ പോയിരിക്കുന്നുണ്ട് പഠിക്കാൻ. അപ്പം ചേട്ടൻ അവിടെ നിറച്ച് വെട്ടട്ടെ, ഞാനിവിടെ നിന്ന് കപ്പ പൊത്തി നുറുക്കുവാണ് കേട്ടോ. ഏതാ ചായയുടെ തിരിഞ്ഞ് ഓടണേ. അമ്മച്ചി ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്. അമ്മച്ചി വെള്ളം എടുക്കാൻ വന്നില്ലേ? ആ, പിന്നെ എന്തിനാ അമ്മച്ചി തിരിച്ചു പോകണേന്നേ? അമ്മച്ചി ഇറച്ചി കണ്ടോണ്ട് ചാടി വന്നതാണ് ഗൈസ്. അമ്മച്ചിക്ക് എല്ലും കപ്പയൊക്കെ വലിയ ഇഷ്ടമാണ്. അമ്മച്ചിക്ക് എല്ലും കപ്പയൊക്കെ ഇഷ്ടമല്ലേ? അമ്മച്ചി തിന്നുവോ? നീ എന്നാ ചോദ്യം ചോദിക്കണം? അതിനാ തിന്നുവോ? അമ്മച്ചി ഇതുപോലത്തെ എല്ല് വാങ്ങിച്ചിട്ടില്ലല്ലോ ഒരിക്കലും. എല്ലിൽ നിന്ന് 2 കിലോ ഇറച്ചി കിട്ടി. കരൾ. അമ്മച്ചിയുടെ ഗ്ലാസ്സൊക്കെ അമ്മച്ചി സെപ്പറേറ്റ് വെച്ചേക്കുക. അമ്മച്ചിയുടെ ഗ്ലാസ്സാണത്. ഞാൻ എൻ്റെ ഡ്യൂട്ടി എല്ലാം വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ ഡ്യൂട്ടിയും വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളിയും ഇഞ്ചിയും അതെല്ലാം കൂടെ അരിഞ്ഞു കൊടുത്ത് സെറ്റ് ചെയ്തു. ഇനി ചേട്ടൻ കറിവേപ്പില എടുക്കാൻ പോയേക്കും. കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇതിൽ വേവിക്കും. ഇത് ഞാൻ ഒരു കുക്കറിലേക്ക് വേവിക്കാമെന്ന് വിചാരിക്കുന്നത്. അതോ ഇതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വെച്ചാലും മതിയായിരിക്കും. ഇത് വെന്ത് കിട്ടും. അപ്പം അതൊക്കെ വേവുള്ളതേ ഉള്ളൂ. അത് എങ്ങനെയാണെന്ന് ചേട്ടന്മാരുടെ ഇതൊക്കെ ചോദിച്ചിട്ട് ചെയ്യാം. ആൻസൂട്ടൻ ഇതുവരെ വന്നിട്ടില്ല. ആൻസിൻ്റെ 11:45 ഒക്കെ 12:45 കഴിയണം. ഈ ക്ലോക്ക് 5 മിനിറ്റ് ഫാസ്റ്റ് സ്ലോയാണെന്ന് തോന്നണേ. അപ്പം ഇത്രയും വേസ്റ്റും ഉണ്ട്. അതൊക്കെ വേസ്റ്റ് ബിന്നിലേക്ക് മാറ്റാം. എത്ര അടിക്കണം? 4. തുറക്കേട്ടാ. ഇത് സ്റ്റൗ തുറന്നേക്കുമല്ലേ? ഗ്രിപ്പ് കിട്ടണില്ലേ കൈ? ഓക്കെ. ഇപ്പം നമ്മുടെ കപ്പയും ഇറച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഇവിടെ കപ്പളങ്ങ പഴുത്തിരിപ്പുണ്ടായിരുന്നു. തിന്നുവാ, ചെത്തിപ്പൂടിയൊക്കെ തിന്നുവാ. ഒരു കുരു പോലും ഇല്ലാത്ത നമ്മുടെ കപ്പളങ്ങയില നിറച്ച് കുരുവുള്ള കപ്പളങ്ങ നമ്മൾ നട്ടതാ. ഉണ്ടായപ്പോൾ സീഡ്ലെസ് കപ്പളങ്ങ, സീഡ്ലെസ് പപ്പായ, ഓമയ്ക്ക, കർമൂസ ഒക്കെ പേര്.
കപ്പളങ്ങയുടെ പേരടാ ഓമയ്ക്ക, കർമൂസ, കപ്പളങ്ങ, പപ്പായ. ഓമയ്ക്ക കേട്ടിട്ടുണ്ട്, കർമൂസ വീട്ടിലേക്കും. അങ്ങനെ ഇങ്ങനെ നമ്മൾ കപ്പള ഞാൻ സൂപ്പ് ഒരു പച്ച പാത്രം എടുത്തോണ്ട് വന്നാടാ. ഞാൻ അവിടെ ചെത്തി വരുമ്പത്തേക്ക് എനിക്കുള്ള കിട്ടുവോ? പുറകിന്ന് കളവ് എടുത്തോണ്ട് അമ്മച്ചിക്ക് കൊണ്ട് കൊടുക്കടാ. കപ്പളങ്ങ കൊച്ചുന്നോ? അതൊന്നു മൊത്തം എടുത്തോ? മൊത്തം എടുക്ക, മൊത്തം എടുക്ക, വേണ്ടെന്ന് എടുക്ക്, ഉണ്ടാക്കാം. എടുത്തോ? അവിടെ ഉണ്ടിഞ്ഞു. ഇങ്ങോട്ട് ചാറ്റയൊക്കെ കൊടുക്ക്. നേരത്തെ വെച്ച് പാത്രം എടുത്തറിയാൻ പോവാന്ന്. കൊണ്ടുപോകും. ആ അതല്ല, മൊത്തം നിന്നോ. ശരി, പോവാ. അപ്പം നമ്മളിതേ കപ്പയൊക്കെ പുഴുങ്ങി മാറ്റി, ചേട്ടനാ കോരി മാറ്റിയത്. പിന്നെ അതിൻ്റെ ഗ്യാസ് പോകാൻ വെച്ചേക്കുക, എയർ. ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് പോയി പുല്ലൊക്കെ വെട്ടിക്കൊണ്ട് വന്നു. അങ്ങോട്ട് കൊണ്ട് വെച്ചാ ചേട്ടാ. ഇതേ കൽകൻ ചേട്ടനെ അന്വേഷിച്ച് വന്നിരിക്കണം. അത് തിന്നാൻ കൊടുക്കണ്ട, അതിനൊന്ന് എടുത്തൊരു ഉമ്മ കൊടുത്താൽ മതി, അവ ഹാപ്പി. പാവോ, എനിക്ക് അതിന് ഭയങ്കര. ഇവനാ സ്പെഷ്യലായിട്ട് സ്നേഹം. ചേട്ടൻ്റെ ഒച്ചയായിട്ട് വേറൊരു പോകാൻ പാഞ്ഞു വന്നു. കപ്പളങ്ങ നിന്ന് അതിൻ്റെ കപ്പളങ്ങയുടെ ഞാനൊന്ന് എണീറ്റ് വന്നപ്പോഴത്തേക്ക് അപ്പൊ കപ്പളങ്ങ പാത്രം കാലി. ഫസ്റ്റ് അല്ല ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ട്. താറാമയ്ക്ക് മഴ നനഞ്ഞ് പനി പിടിച്ചടാ, വിറയ്ക്ക് വരുന്നു. അപ്പം ഞാൻ ഇച്ചിരി തീയൊക്കെ കൊളത്തി കൊടുത്ത് അവിടെ ഇരുത്തി. എന്താ എണ്ണ ചേട്ടാ? ആ, കോരിയിടാനായിട്ട് വലിയ തവി വേണമല്ലോ ചേട്ടാ. എന്നാ ഇത് മതിയോ? പിന്നെ ചിരട്ട വരട്ടെ, അത് നല്ലതല്ലേ. ചിരട്ട വലുതാ, എന്നാ എടുത്തോ. അതാ ബാക്കി കുറച്ച് കപ്പയിലൊക്കെ ഇട്ടിട്ട് ബാക്കി എല്ലുകറിയാക്കിയാലോ, ടേസ്റ്റ് ആയിരിക്കും. അല്ല ചേട്ടാ, ഇതിനകത്ത് 2 കിലോ ഇറച്ചിയാ, 2 കിലോ എല്ലും അല്ലേ. തവണ നമുക്ക് നല്ല സൂപ്പറാണ് കിട്ടിയത്. അത് ചൂടാറട്ടെ. ഒന്നും ചോദിക്കില്ല, എനിക്ക് തിന്നാൻ കിട്ടിയാൽ മതി. ഈ കമ്മൽ വാങ്ങിയാനായിട്ട് ചരിത്രമുണ്ട്. എൻ്റെ കുഴ തേയുമ്പോഴെല്ലാം അമ്മച്ചി പുതിയ കമ്മൽ വാങ്ങിച്ചു തരും. വിളക്കിക്കാൻ പോവില്ല. അപ്പം അങ്ങനെ എൻ്റെ ഇതിന് മുമ്പുള്ള കമ്മൽ ഇതുപോലെ പരന്ന തൂക്കം കമ്മലാട്ടോ എനിക്കിഷ്ടം, ചെറുപ്പത്തിലെല്ലാം പണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള കമ്മലിൻ്റെ കുഴ തേഞ്ഞു പോയി, ഇങ്ങനെ ആടി ആടി ഇവിടെ തേയും. അപ്പോൾ അമ്മച്ചി കമ്മൽ മാറാൻ പോയി. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അന്ന് ദൂരദർശനിലെ DD1 ഒരു സീരിയൽ ഉണ്ടായിരുന്നു, വിശ്വസിച്ചാലും ഇല്ലെങ്കിലെന്ന് പറഞ്ഞുകൊണ്ടൊരു ഹിന്ദിയിലെ സീരിയൽ മലയാളത്തിൽ ഡബിങ് ആയിട്ടൊരു പ്രേതത്തിൻ്റെ കഥയായിരുന്നു. ആരെങ്കിലും ഓർക്കണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാത്രി 8:30 9 മണിക്ക് എങ്ങാണ്ടായിരുന്നത്. അപ്പം അതിനകത്തൊരു
സ്റ്റോറി ഇങ്ങനെ എന്തോ കമ്മലിനെ ആസ്പദമാക്കി അതിനകത്തൊരു കമ്മൽ കാണിച്ചു. അത് ഇതേ ഡിസൈനായിരുന്നു. അങ്ങനെ കമ്മൽ മാറാൻ പോയപ്പോൾ ആ മോഡൽ കമ്മൽ ഞാൻ തപ്പി തപ്പി കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് എല്ലാ സാധനവും ഇച്ചിരി മുഴുപ്പിനാണ് ഇഷ്ടം. അതായത് അതിൻ്റെ കാതിലിരിക്കണ പൂവ് ചെറുതായിരുന്നു ഇങ്ങനത്തെ കമ്മലിൻ്റെ. എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് കമ്മൽ വേണമെന്നാലും പൂ വേണ്ട. അപ്പോൾ അവർ ഒരു ജിമിക്ക് കമ്മലിൽ കിടന്ന പൂവ് ഊരിക്കൊണ്ട് വന്ന് ഇട്ട് തന്നതാണ് ഈ പൂവും ഈ കമ്മലും അടുപ്പവൻ. അങ്ങനെ കാലാകാലം കഴിഞ്ഞപ്പോൾ ഇത് മാറിയാടി എൻ്റെ കുഴ തേഞ്ഞു. കമ്മൽ ഞാൻ മാറൂല. അങ്ങനെ അമ്മച്ചി എൻ്റെ കുഴ തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോയി പുതിയ കുഴ പണിയിപ്പിച്ചിട്ടു. അതാണ് ഈ ഒരു കമ്മൽ. 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത്. ഇതൊക്കെ ഒരു രസമല്ലേ? കാല് മേടിക്കണം. കാല് മേടിച്ചിട്ട് കാല് വെട്ടി കണ്ടിക്കണം ചെറുതാക്കി. എന്നിട്ട് വേവിക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളില ഇതുണ്ടല്ലോ മജ്ജ, അത് മുക്കി വെക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ഇതന്നെ വേസ്റ്റ് പാത്രമോ? ചേട്ടൻ ഞാൻ നോക്കിയപ്പോ തുപ്പി ഇതിങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കുക. വേണോ നീ തിന്നോ നോക്ക. കുഞ്ഞെടുത്തേക്കാം. ഓവാ തിന്നാതിരിക്കണ ഒരു മുതല്. കപ്പയില്ല ഇതിനകത്ത്. അപ്പം നമ്മുടെ കപ്പ എല്ലാം റെഡി ആയിട്ടുണ്ട്. കപ്പ ഇച്ചിരി തിന്നാൽ മതി. കപ്പ എന്നിട്ടുണ്ടെങ്കിലേ വണ്ണം വയ്ക്കും. ഞങ്ങള് കപ്പ ഒത്തിരി ഉണ്ടായിരുന്നു. ഒന്നുമല്ല. ഇത് നിർത്താ. പക്ഷെ കപ്പ വെന്തില്ല അല്ലേ? അത് മതി. എന്നാലും ഒരു രസമുള്ള. അല്ലാതെ ഈ അളിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ടേസ്റ്റ് ഇല്ല. അത് ശരി. ഈ നമ്മൾ കുഴമ്പ് രീതിയിലാക്കുമ്പോൾ നമുക്കൊരു ഇത് കിട്ടില്ല. കപ്പ എപ്പോഴും ഇങ്ങനെ വേണം കടിച്ചു വച്ച് തരണം. ഈ എല്ലാം തിന്നാൻ പറ്റില്ല. എന്നാലും കപ്പയ്ക്ക് ഒരു ടേസ്റ്റ് വരും. ഉപ്പുണ്ടോ നോക്കിയായിരുന്നോ? ഇല്ല, ഇറച്ചിക്ക് ഉപ്പുണ്ട്. നല്ല ഉപ്പുണ്ടായിരുന്നു. ഉണ്ടല്ലോ. ആ പിന്നെ അതും ഇതുകൊണ്ട് തന്നെ വ്യത്യാസം വല്ലതും ഉണ്ടോ? ആ ഇങ്ങനെ ഞാൻ നോക്കാം. എന്നതാ നോക്കണേ? വാ വാ எப்படி இருக்கா? அப்படியே நல்லா இருக்கா? സൂപ്പറാ இருக்கா? അങ്ങനെ ഞായറാഴ്ച സ്പെഷ്യൽ എല്ലും കപ്പയും. ചേട്ടൻ്റെ സ്പെഷ്യൽ എല്ലും കപ്പയും. എടാ വാടാ, ഏ വാടാ വാടാ ഭയ്യാ. സൂപ്പറായി. എന്നിട്ട് തവി അങ്ങ് വടിച്ചങ്ങ് തിന്നണം. അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആ തവിയെന്ന് വടിച്ചങ്ങ് തിന്നണം. അത് മാറ്റിട്ട് വേറെ പാത്രം വയ്ക്കാം. കോരി എടുക്കാൻ വെച്ചാൽ കോര. ആ അതാ കോരി എടുക്കാൻ അത് മതി എന്ന് പറഞ്ഞ്. യെസ്. അപ്പം നമ്മൾ എല്ലും കപ്പ കഴിക്കാൻ പോവുക. നമ്മളുണ്ടാക്കി ഇത് മതിയോ? അമ്മച്ചേന അവിടെ ഇരിക്കണ കഴിക്കാൻ വാ. എനിക്കൊരു വേറൊരു പാത്രം ഉള്ള എടുത്തപ്പോ ഇവിടെ ചാടിപ്പോയി. വെച്ചെടുക്ക.
എന്തായാലും കഴിക്കാതെ അവച്ചിക്കല്ലേ അറിയാവോ. അത് മതിയോ? അമ്മച്ചിയുടെ മുഖം കൂടെ തെളിഞ്ഞു. അമ്മച്ചിക്ക് നോൺ വെജൊക്കെ വേണം എപ്പോഴും. ഞാൻ ചൊളിച്ചു പിടിച്ചോണ്ട് പോണേ. അമ്മച്ചിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നണം. അമ്മച്ചിക്ക് ചില മോരും സാമ്പാറും പപ്പടവും ഒക്കെയാണോ ഇഷ്ടം എന്ന് തോന്നണം. അമ്മച്ചിയുടെ മുഖഭാവം ഉണ്ടാവും. എനിക്കൊരു കമൻറ്റ് വന്നതാ, ഞാനും അമ്മച്ചിയും കൂടെ സംസാരിക്കണ നല്ല രസമുണ്ടെന്ന്. നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബർ സുമ ആണ് പറഞ്ഞത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോട്ട്. ഇച്ചിരി വെള്ളം വെക്കട്ടെ, എനിക്ക് ചുമയാ. ചായ വേണോ? ഓക്കെ, വെള്ളം തിളക്കട്ടെ, അപ്പോൾ പൊടിയിടാം. വെള്ളം തിളച്ചാൽ പൊടിയിട്ടാൽ അപ്പം തന്നെ ചായ ആകും. ചായ കപ്പ പുഴുങ്ങിയത് അല്ലേ ചേട്ടാ? എങ്ങനെയുണ്ട് ചേട്ടാ ചേട്ടൻ്റെ കുക്കിംഗ്? സ്വയം വിലയിരുത്തു. അമ്മച്ചോടൊന്ന് പോയി വിലയിരുത്തട്ടെ. അമ്മച്ചി എല്ല് തൊണ്ടേ പോകുമല്ലോ. അമ്മച്ചി അങ്ങനെ ഉണ്ട് അമ്മച്ചി കപ്പ പുഴുക്ക? വിലയിരുത്തു. നല്ല പൊക്കോളെ. അമ്മച്ചി ആഹാരം കഴിക്കണം ആരും കാരണം അമ്മച്ചിക്ക് ഇഷ്ടമല്ല കേട്ടോ. പണ്ടുമല്ല, അമ്മച്ചി ഒളിച്ചിരുന്ന് ആഹാരം കഴിക്കുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു പ്രാണി? ആ, പ്രാണിക്ക് പോകണോ? വാതിൽ തുറന്നു തരാം. ആ, പൊക്കോളൂ. ഒരു ഉമ്മയും കൂടെ തരടാ. എടാ ഒരു ഉമ്മ അങ്ങ് കൊടുക്കടാ. എടാ ഒരു ഉമ്മ കൊടുക്കടാ. ഉമ്മ കൊടുക്കടാ. കുറെ നേരമായി ഞാൻ ഉമ്മ ചോദിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. എടാ പോയി എടുക്കടാ. എടാ എടുക്കടാ പോയി. അവന്റെ ഭാഗത്തിന് പോയി എടുക്ക. പോയി എടുക്കടാ. ആൻസ് വലിയ ആൻസായി. ചെറിയ ആൻസായിരുന്നു ഇത്ര നാള്. ആ മോന്ത അങ്ങ് മാറുന്നില്ല. ആ വൃത്തികേട് മാറുന്നില്ല. എന്നാന്നറിയാൻ പാടില്ല. പോയി എടുക്കടാ. ഇതാ അത് ബീഫല്ല, അത് എല്ലും കപ്പ. നിനക്ക് എന്നാ വേണ്ടേ? കപ്പ മാത്രം. എടാ എടുക്കടാ. അങ്ങനെ കുത്തി ഇളക്കല്ലേടാ, വളിച്ചു പോകൂടാ. എടുക്ക. അതെന്നാടാ നീ ഒരു ഇച്ചിരി എടുത്ത് തിന്നാ. ഈ ചെറുക്കനെ എവിടെ ഉണ്ടായി ചെറുക്കനാണോ? എല്ലിനാടാ ടേസ്റ്റ് കൂടുതൽ. അന്നാന്ത്രം എല്ലും കപ്പയും പുഴുങ്ങി കൊടുത്തപ്പോൾ എനിക്ക് എല്ല് വേണ്ട കപ്പ മതി എന്ന് പറഞ്ഞ ടീം. ഇവൻ എവിടത്തെ അവനാ? ഇവൻ വല്ല അരൺമനയിലും ഉണ്ടാവേണ്ടവനായിരുന്നു എന്ന് എനിക്ക് തോന്നണേ. ദേ നിന്റെ കാല് ചവിട്ടാനുള്ള മാറ് എൻ്റെ കയ്യിലല്ലേ. എടാ നെയ്യാടാ ചേർക്കാ. അതിലൊന്നും ഇല്ല. എടാ കാല് ചവിട്ടാനുള്ള സാധനമൊക്കെ നേരത്തെ എടുത്തോണ്ട് പോക്കെ. ഇനി ഇരിക്കാനുള്ള സാധനമൊക്കെ എടുത്തോണ്ട് പോക്കെ. അതല്ല, ഞാനിതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എല്ലാവരും കഴിച്ചിട്ട് എണീറ്റ് പോകും. പിന്നെ ഞാൻ ഒറ്റയ്ക്ക്. അപ്പോൾ അതേ ഞാൻ പോയി കട്ടനൊക്കെ ഇട്ടുകൊണ്ട് വന്നു കേട്ടോ. അന്നത്തേക്ക് ഇവരൊക്കെ കഴിച്ചെഴുന്നേറ്റു. ആൻസ് കഴിച്ച് പാത്രം കഴിഞ്ഞു. അപ്പം ചേട്ടൻ ഞാൻ കുറച്ചുകൂടെ കോരിയിട്ട് കൊടുത്തു. എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ ആളില്ലാത്തത് കൊണ്ട്. അപ്പോൾ ചേട്ടൻ വീണ്ടും കഴിക്കുകയാണ്. ഓ ഇന്ന് മോനെ പറയണ നല്ല ദിവസമായിരുന്നു അല്ല ഇന്നാ? ചേട്ടൻ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ ചേട്ടാ. നേരെ നോക്കിക്കേ. ഈ കണ്ണെന്നെ ഇച്ചിരി വീർത്തിരിക്കണ ഇല്ലേടാ ആൻസേ? കണ്ണടച്ചേ ചേട്ടാ. അങ്ങനെയല്ല ചേട്ടാ, പതുക്കെ എങ്ങനെ അടച്ചേ? ഈ കണ്ണ് വീർത്തിട്ടുണ്ടടാ. ആ ഈ കണ്ണ വലതുവശത്തെ റൈറ്റ് ഇല്ലേ? എനിക്കതിന് തോന്നുന്നുണ്ട്. നീ ചായ കുടിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. പറയടാ. അപ്പോഴേ അങ്ങനെ കപ്പയൊക്കെ പൊടിഞ്ഞ് തിന്ന് സന്ധ്യ. ഇതാ നല്ല മഴയാണേ. അപ്പം നല്ല മഴയാണെങ്കിലേക്ക് ചാച്ചൻ്റെ അടുത്ത് പോയിട്ട് വരാമെന്ന് വെച്ചു. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് ജലദോഷം പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുകയാണ്. ആ ചുമ അങ്ങ് മാറിയില്ലെന്നേ. പിന്നെ ഞാൻ ഇടയ്ക്ക് ചാറ്റൽ മഴയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെയാണെന്ന് തോന്നണേ. ഇപ്പം നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ ഡെയിലി ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ച് നേരം കിടന്നു. ED എന്ന് പറഞ്ഞ മൂവി സൈനാപ്ലേയിൽ കണ്ടു. എക്സ്ട്രാ ഡീസൻ്റ് എന്ന് പറഞ്ഞ് സുരാജ് വെഞ്ഞാറമൂട് എന്ന അതുല്യ പ്രഭയുടെ അടിപൊളി ഒരു മൂവിയായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല.
അപ്പോൾ അങ്ങനെ നമ്മൾ പോയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ബിന്ദുസ് ബൈ.